ചെറിയ കുപ്പിയിൽ മാത്രമുള്ള അച്ചാർ. ഇത്രയും ഉണ്ടായിരുന്നു നമ്മുടെ അച്ചാർ. ഈ കുക്കറിലപ്പോൾ നമ്മൾ ചക്കക്കുരു വേവിക്കാനായിട്ടൊക്കെയാണ്. നല്ല വെയിലുള്ള സമയത്ത് കുറച്ച് മാങ്ങയും അതുപോലെ ഇരുമ്പമ്പുളിയും ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ. അപ്പോൾ അതിൻ്റെ ഉപകാരം ശരിക്കും പറഞ്ഞാൽ വന്നത് ഇപ്പോഴാണ്. ഇപ്പോൾ നല്ല മഴയാണ്, നമുക്ക് ഒന്നും തന്നെ മീനൊന്നും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സമയത്ത് ഈ ഉണക്കമാങ്ങ വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഈ നമ്മൾ ഉണക്കി വെച്ചിട്ട് ഇരുമ്പമ്പുളി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അച്ചാറിടാന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉണക്കി വെച്ചിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ, ആകെ ഇത്ര ഉള്ളൂ. നമ്മളന്ന് കുറേ ഉണക്കിയതാണ്. ഉണങ്ങി വരുമ്പോൾ എന്തായാലും കുറച്ചാവുമല്ലോ. അപ്പോൾ ഇത് മാങ്ങ, മറ്റേത് കുറച്ചുകൂടി ഡാർക്ക് കളറിലുള്ളത് ഇരുമ്പമ്പുളി. അപ്പോൾ ഇരുമ്പമ്പുളി വെച്ചിട്ട് അച്ചാറും ഉണ്ടാക്കാം. ഈ മാങ്ങയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് ഒരു കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ കറി ഉണ്ടാക്കാം. ആദ്യം തന്നെ നമുക്ക് അച്ചാറുണ്ടാക്കാം. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഉലുവയും കടുകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് ഉലുവ, പിന്നെ കടുക്, ഇത് രണ്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കണില്ല കേട്ടോ. അതുപോലെ പച്ചമുളകൊന്നും ചേർക്കണില്ല. ആകെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് ഏറ്റവും സിമ്പിളായിട്ട് പെട്ടെന്ന് കഴിയുന്ന രീതിയിൽ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കടുക് കംപ്ലീറ്റ് പൊട്ടി തീർന്നു കേട്ടോ. അപ്പോൾ ചട്ടിക്ക് നല്ല ചൂട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ ഞാൻ ഉണക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഇരുമ്പമ്പുളി ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടിയും അതുപോലെ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ ഇതിന് നല്ല ഉപ്പുണ്ട് കേട്ടോ, ഇരുമ്പമ്പുളിക്ക്. ഉപ്പിലിട്ട് ഉണക്കി എടുത്തല്ലേ, അപ്പോൾ വേണമെങ്കിൽ നോക്കിയിട്ട് ലാസ്റ്റ് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി ഇട്ട് മിക്സ് ചെയ്തിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് ഉപ്പും പിന്നെ അതുപോലെ കായത്തിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വിനാഗിരി ഒഴിച്ച് കൊടുക്കണ്ടേ. ഞാനൊരു കഷ്ണം എടുത്ത് കഴിച്ച് നോക്കി. കുറേയൊന്നും നമുക്ക് കൂട്ടാൻ പറ്റില്ല കേട്ടോ, കുറേശ്ശേ കഴിക്കാൻ പറ്റുള്ളൂ. എന്തായാലും നല്ല ടേസ്റ്റിയാണ് സംഭവം. നമ്മൾ ഉണക്കി വെച്ചിട്ടുള്ള മാങ്ങയില്ലേ, അത് വെച്ചിട്ട് കറി ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് ചക്കക്കുരു എടുത്തിട്ട് അത് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചക്കക്കുരു 2 കഷ്ണമാക്കി കഴുകിയെടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച് വെച്ചു. അത് വേവിച്ചതിലേക്ക് ഇനി നമുക്ക് നമ്മൾ ഉണക്കി വെച്ചിട്ടുള്ള മാങ്ങയും ഉണക്കമാങ്ങ അതുപോലെ തന്നെ ഉണക്കച്ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണക്കച്ചെമ്മീൻ ഇട്ടതിന് ശേഷം നമ്മൾ മാങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തൊന്ന് ഒരു തള വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ തിളച്ചതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് തക്കാളി, പച്ചമുളക്, വേപ്പില ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് 3 ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. കാരണം ഈ ഉണക്കമാങ്ങയുടെ പുളി ഇറങ്ങി വരണം. അതുപോലെ തന്നെ ഈ ചെമ്മീനും അതുപോലെ തക്കാളി, പച്ചമുളകൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. ആ ഒരു ടൈം നോക്കിയിട്ട് അത്രയും നേരം വേവിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിൽ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്ത് വന്ന സമയമുണ്ടല്ലോ, അതിനുള്ളിൽ നമുക്ക് വേഗം പോയിട്ട് കുറച്ച് തേങ്ങ ചിരവിയെടുക്കാം. അപ്പോൾ തേങ്ങ ചിരകിയിട്ട് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുത്തിട്ട് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അടിച്ച് വെച്ച തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറി നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കറി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചുവന്നുള്ളിയും വേപ്പിലയും കൂടി വഴറ്റി ഒഴിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആവും കേട്ടോ. അപ്പോൾ ഇത് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. തിളച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചുവന്നുള്ളിയും അതുപോലെ വേപ്പിലയും കൂടി വഴറ്റി വയ്ക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണക്കമാങ്ങ വെച്ചിട്ടുള്ള കറിയാണ്. കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഉണക്കമാങ്ങ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനി കാണാം കേട്ടോ.